ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൈകുന്നേരം 4 മണി തൊട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. മക്കൾ രണ്ടാളും സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ട്. അവർക്കുള്ള ചായയൊക്കെ ഇടുകയാണ്. തിരിച്ചു വിളിച്ചേ കാണാൻ മേത്ത് എന്തോ ഇത് ഇങ്ങനെ തിരിച്ചു വിളിച്ചേ അമ്മയ്ക്ക് കാണാൻ മേത്ത് മെസ്സിയോ? ആര് പറഞ്ഞു തന്നത്? മെസ്സിയാന്ന് ആര് പറഞ്ഞു തന്നെ? ത്തിൽ നിന്നും കട്ട് ചെയ്തെടുത്ത മെസ്സിയുടെ ഫോട്ടോ ഫായിസ് മോൻ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി ഇത്താടെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇത്താടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത്ത എന്ന് പറയുന്നത് ഇക്കയുടെ മൂത്ത പെങ്ങളാണ്. ഞാൻ മാമി മാമ എന്നാണ് വിളിക്കാറ് രണ്ടുപേരെ. എൻ്റെ മൂത്താപ്പാട് അളിയനും കൂടിയാണ് ഇത്താടെ ഹസ്ബൻഡ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് മാത്രം ഉള്ളൂ ഇപ്പോൾ. ബാക്കി ഉള്ളവരാരും ഇല്ല. എല്ലാവരും ബിസിയാണ്. പിന്നെ കുറച്ച് പേര് നാട്ടിലില്ല. സൗദിയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ്. കൊച്ചുമക്കളും ഒന്നുമില്ല. എല്ലാവരും പുറത്തൊക്കെയാണ്. ഇവർ 3 പേരാണ് ഇക്കയുടെ 3 പെങ്ങന്മാർ. 2 പേര് നിങ്ങൾ എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മൂന്നാമത്തെ ആളാണ് സുബീത്ത. ഇതാണ് സുബീത്തയുടെ മോളാണത്. ഫൈസിക്കുട്ടനെ എടുത്തിരിക്കുന്നത്. ഇത്തായിക്കും 2 മക്കളാണ്. 3 പേർക്കും 2 മക്കൾ വീതമാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ കണ്ടിഷ്ടപ്പെടുന്നത് ലൈക്ക് ഷെയർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇക്കയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതാണ് റുക്കു. ഇക്കയുടെ ചേട്ടൻ്റെ മോളും ഇത്തിത്താടെ മോൻ്റെ വൈഫുമാണ്. അവർക്ക് 2 ആൺമക്കളാണ്. ഫിസാമോടെ അടുത്തിരിക്കുന്നതാണ് മൂത്ത മോൻ ആച്ചി. രണ്ടാമത്തത് ഫായിസൂട്ടൻ്റെ അടുക്കിരിക്കുന്ന മോനാണ് അയിനു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ചിക്കൻ എല്ലാം മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. മെയിൻ ഷെഫ് സുലു ആണ് ഇതെല്ലാം റെഡിയാക്കിയത്. ചിക്കനിലേക്കുള്ള സ്പെഷ്യൽ മസാലയൊക്കെ തയ്യാറാക്കിയത്. അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സുനീതായും ഉണ്ട് കൂടെ. ഇത് മൂത്ത ഇത്തിത്താടെ മോനാണ് സുലു ആണ് ഇതിന്റെ പ്രിപ്പറേഷൻ എല്ലാം. സുലുക്ക് ഇങ്ങോട്ട് നോക്കിക്കേ. ഈ പുള്ളിയാണ് ഇന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ചെയ്തോണ്ടിരിക്കുന്നു. ഇത് രണ്ടാമത്തെ ഇത്താടെ സുനീതാടെ മോനാണ്, ചിക്കൂട്ടനാണ്. അവന് വീഡിയോയ്ക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര നാണം, അതാണ് ഓടിയതാള്. ഇത് പിന്നെ സയാമിസ് ഇരട്ടകൾ കണ്ടില്ലേ, 2 പേരും വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഇത് സുനീതാടെ ഹസ്ബൻഡാണ്, രണ്ടാമത്തെ ഇത്താടെ ഹസ്ബൻഡാണ്. സുനീതായും ഹസ്ബൻഡും കൂടെ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അത് അവക്കായ കണ്ടതിൻ്റെ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. 3 പേരും ചാടിക്കയറുന്ന കണ്ടോ. ചിക്കൻ ഓരോന്നോരോന്നിവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
ചിക്കൻ വേവുന്നതും കാത്ത് എല്ലാവരും ക്ഷമയോടുകൂടി പുറത്തു നിൽക്കുകയാണ്, സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ്. മിക്കപ്പോഴും ഇതുപോലെ എല്ലാവരും ഒന്നിച്ചു കൂടാറുണ്ട്. ഇത്താടെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്ത് മീനും കപ്പ കാച്ചില് ഇതെല്ലാം പുഴുങ്ങി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കലൊക്കെയാണ്. അതൊക്കെ ഒരു പ്രത്യേക സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും കൂടി തമാശ പറയുകയും പിള്ളേർ കളിയും ചിരിയും നല്ല രസമായിരുന്നു എല്ലാവരും കൂടി. ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ കൂടിയിട്ടുള്ളൂ, ഒരു 4 ഫാമിലി മാത്രമേ ഉള്ളൂ. അടുത്ത ചിക്കനും ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുകയാണ്. സുലു എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്, ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ഒരു ബട്ടർഫ്ലൈയുടെ മോഡലല്ലേ ആ ചിക്കൻ ഇരിക്കുന്നത്. ഗ്രില്ലായി വന്നു കഴിയുമ്പോഴും അതുപോലെ തോന്നും. ആദ്യം വെന്തിട്ടുള്ള ചിക്കൻ, ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എടുക്കുകയാണ്. സുനീത എല്ലാവർക്കും കൊടുക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ്. ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ട് സുലു കുക്ക് ചെയ്യും കേട്ടോ, സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. നക്കുന്ന കിട്ടി, ടേസ്റ്റ് കൂടിയിട്ട് വിരല് വരെ പോകുന്നറിയുന്നില്ല. റുക്കു ഇങ്ങോട്ടോ എനിക്ക് സുനീത വരൂ കോഴിയെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കോ പഠിക്കോ. അതെ സലാം പറ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.